Hello dear students. Next question we are going to deal in this video is the 13th question, that is define process. With the help of a neat diagram explain different states of a process. It's a very important question. Here 13 and 14 come under module 2. So what is process? Define process. Definition of process is it can be thought of a program in execution. Process in definition is program in execution. That is, a process will need certain resources such as CPU time, memory, files and IO devices to accomplish its task. ഒരു പ്രോസസ്സിന് അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് it needs resources. ഈ റിസോഴ്സസ് ഒക്കെ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യുന്ന ഐദർ വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഓർ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് പറയാം 2 ടൈപ്സ് ഓഫ് പ്രോസസ്സസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സ് ഉണ്ട്, യൂസർ പ്രോസസ്സ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം കോഡ് എക്സിക്യൂട്ട് ചെയ്യും, യൂസർ പ്രോസസ്സിന് യൂസർ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമുക്കറിയാം എല്ലാ പ്രോസസ്സും കൺകറൻ്റ്ലി ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ് സി പി യു ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സ് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ സ്വിച്ചിങ് it makes a computer more productive. So the definition of process is simply the program in execution. Okay. Next, what are the different states of a process? As a process executes, it changes state. The state of a process, what is a state of a process, or what is a process state? State of a process or process state as defined in part by the current activity of the പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിൻ്റെ കറണ്ട് ആക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതാണ് ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സിൻ്റെ കറണ്ട് ആക്ടിവിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഇതാണ് ഒരു പ്രോസസ് സ്റ്റേറ്റിൻ്റെ ഡയഗ്രാമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താണ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it may be in one of the following states. There are 5 states of a process. First one is new, second one is ready, third one is running, fourth one is waiting and fifth one is terminated. മനസ്സിലാക്കുക, ഫസ്റ്റ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്താണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ഒരു എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഏത് സ്റ്റേറ്റാണ്? ന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ്. നെക്സ്റ്റ്, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സ് വെൻ ഇറ്റ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻ ടു എ പ്രോസസ്സ്, ഒരു പ്രോസസ്സറിന് അസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സി പി യുവിന് അസൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ റെഡി സ്റ്റേറ്റ്. ഇനി അസൈൻ ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് ആ പ്രോസസ്സ് വിൽ ബി ഇൻ running mode ആയിരിക്കും. That is, running mode means the instruction within the process are being executed. Okay, then what is waiting state? Waiting state means ഒരു പ്രോസസ്സ് ഏതെങ്കിലും ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദ പ്രോസസ് വെയിറ്റിംഗ് ഫോർ സം ഈവൻറ്റ് ടു ഒക്കർ, അതാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സച്ച് ആസ് IO completion or the reception of a signal. അപ്പോൾ ദാറ്റ് ഈസ് അങ്ങനെ വല്ല ആണെങ്കിൽ ദ പ്രോസസ് വിൽ ബി ഇൻ വിച്ച് സ്റ്റേറ്റ്? വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഇനി വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സ്, അപ്പം വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സിന് നമുക്ക് ഡയറക്റ്റ് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകത്തില്ല. അത് ഫസ്റ്റ് ഇറ്റ് മസ്റ്റ് ബി റെഡി ഫോർ എക്സിക്യൂഷൻ. അപ്പോൾ ആദ്യം അതാണ് വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സ് റെഡിയിലോട്ട് പോകും, എന്നിട്ടാണ് റണ്ണിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഫൈനലി മനസ്സിലാക്കുക, റണ്ണിങ്ങിലിരിക്കുന്ന ഒരു പ്രോസസ്സ് ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ റെഡി സ്റ്റേറ്റിലോട്ട് പോകും, കണ്ടോ. അതേപോലെ റണ്ണിങ് ഇരിക്കുന്ന പ്രോസസ്സ് 3 സ്റ്റേറ്റ്സിലോട്ട് വരും. ഓക്കെ, 3 സ്റ്റേറ്റ്സിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ റണ്ണിങ്ങിലിരിക്കുന്ന പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലോട്ട് വരും വെൻ an interrupt occurs. then റണ്ണിങ്ങിലിരിക്കുന്ന പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് വരും ഒരു IO ഈവൻറ്റോ അല്ലെങ്കിൽ ഈവൻറ്റ് വെയിറ്റിന് വേണ്ടിയിട്ട്. ഇനി റണ്ണിങ്ങിലിരിക്കുന്ന പ്രോസസ്സ് ടെർമിനേറ്റർ സ്റ്റേറ്റിലോട്ടും വരാം. സോ റണ്ണിങ്ങിലുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സ്
റെഡി ഓർ വെയിറ്റിംഗ് ഓർ ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട് വരാം. ഓക്കെ, ടെർമിനേറ്റഡ് സ്റ്റേറ്റ് മീൻസ് ദ പ്രോസസ് ഇസ് ഫിനിഷ്ഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ. സോ ഇതൊക്കെയാണ് പ്രോസസ്, ഡിഫറെൻറ്റ് പ്രോസസ് സ്റ്റേറ്റ്സ്. ഓക്കെ, next question is explain how a new process can be created in Unix using fork system call. Fork system call വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? So what is the use of this fork system call? It creates new processes. Okay, ആ newly created processനെ നമ്മൾ child process എന്ന് പറയും. Okay, the current process which is creating another child process called the parent process. അപ്പം ഏത് പ്രോസസ്സാണ് വേറൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് നോൺ ആസ് പാരൻറ്റ് പ്രോസസ്. ആ പുതിയത് ന്യൂലി ക്രിയേറ്റഡ് പ്രോസസ്സിനെയാണ് നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so fork system call is to create a new process, and the newly created process is known as a child process, and a process which is creating another process is known as the parent process. A child process uses the same program counter, CPU register, same files that are used by the parent process. Parent process use ചെയ്യുന്ന സെയിം റിസോഴ്സസ് തന്നെയാണ് ചൈൽഡ് പ്രോസസ്സും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ ഫോർക്ക് ഡസ് നോട്ട് ടേക്ക് എനി പാരാമീറ്റർ, ഇറ്റ് റിട്ടേൺസ് ദ PID ഓഫ് ചൈൽഡ് പ്രോസസ്. ഫോർക്ക് സിസ്റ്റം കോൾ എന്ന് വെച്ചാൽ പാരാമീറ്റർ ഒന്നും it doesn't take any parameter. Actually it returns the PID, process ID of the child process. Child processന്റെ process ID ആണ്, child processന്റെ ID ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്ന it may return three types of integer values. What are they? First one is negative number. ഇപ്പം അത് റിട്ടേൺ ചെയ്യുന്ന ഇറ്റ്സ് എ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ when the child process creation is failed. Child process creation failed ആവുകയാണെങ്കിൽ it will return negative number. ഇനി 0 ആണെങ്കിൽ it returns the child process ID. Positive value ആണെങ്കിൽ the positive value is returned to the parent process. Positive value ആണെങ്കിൽ that value is returned to the parent process. So ഒരു newly created ആയിട്ടുള്ള ഒരു fork എന്ന് പറയുമ്പം it returns the child processന്റെ ID ആണ്. It may be of 3 values. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ പ്രോസസ് ക്രിയേഷൻ ഇസ് ഫെയിൽഡ്. 0 ആണെങ്കിൽ ചൈൽഡ് പ്രോസസ് ID ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പാരൻറ്റ് പ്രോസസ് ID. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. 0 ആണെങ്കിൽ ചൈൽഡ് പ്രോസസ് ID, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പാരൻറ്റ് പ്രോസസ് ID. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. #types.h uni_std.h ഫോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റം കോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ്സ്. ന്യൂ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫോർക്ക് ആണെങ്കിൽ വിൽ ക്രിയേറ്റ് എ ന്യൂ പ്രോസസ്സ്. സോ ഈ ഫോർക്കിനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഫോർക്ക് ടെസ്റ്റിംഗ് കോഡ് PID എന്ന് പറയുമ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്ത് 17 ആണ്. then get PID. Okay, get PID means the it's a positive value. That means it returns the parent process ID. Okay, അറിയാം ഒരു fork will generate, fork എന്ന് പറയുമ്പോൾ 2 ചൈൽഡ് പ്രോസസ്സിനെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, again fork testing code make a child process of same type. Fork testing code same program statements ആണ്. കണ്ടോ ഇവിടെ കണ്ടോ, parent then parent child, same program statements. അതുകൊണ്ട് fork testing code PID is equal to 18, ഇവിടെ PID is equal to 70. Okay, that's all about the child process creation using the fork system call. Next question, 14th question is find the average waiting time and average turnaround time for the processes given in the table below using SRT scheduling algorithm, then priority scheduling algorithm. Okay, so SRT scheduling algorithm എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആക്ച്വലി ഒരു പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുമ്പം നമുക്കറിയാം FCFS അൽഗോരിതം, ദെൻ SJF ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം,
then round robin algorithm, then priority algorithm. അപ്പോൾ ഇത്രയും അൽഗോരിതംസ് ആണ് നമുക്കുള്ളത്. അതിൽ തന്നെ നമുക്ക് പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം എസ് ആർ ടി എന്ന് പറയുന്ന ഒരു അൽഗോരിതം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. ബട്ട് SJF ഉണ്ട്. SJF മീൻസ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം ഇറ്റ്സ് എ നോൺ പ്രിയംറ്റീവ് വേർഷൻ. പ്രിയംറ്റീവ് വേർഷൻ ഓഫ് SJF. SRT മീൻസ് ഇങ്ങനെ SRT എന്താണെന്നുള്ളത്, SRT എന്ന് പറഞ്ഞൊരു ടേമേ നമ്മുടെ സിലബസിലില്ല. ബട്ട് മനസ്സിലാക്കുക, SRT ഈസ് ദ പ്രിയംറ്റീവ് വേർഷൻ. Okay, preemptive version of SRT is the preemptive version of SJF. What is SJF? Shortest job first. The preemptive version ആണ്. SRT means preemptive version of SJF. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിയംറ്റീവ് വേർഷൻ ആണ് നമ്മളിത് വെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഷുവർ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു പ്രോബ്ലം. Question ഇതാണ്, given a process, then arrival time of each process and the burst time of each process, then the priority. Why the priority is given? We need to schedule the process by using the priority scheduling algorithm also. Second question, sir. Okay, second subpart question. So, ആദ്യം എന്താണ് SRT? SRT is a preemptive version of shortest job first. So, shortest job first means what? ഷോർട്ടസ്റ്റ് CPU ബേസ്റ്റ് ടൈം ഉള്ള ആളെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം CPU ഷെഡ്യൂൾ ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ ദ ഗാൺ ചാർട്ട് വരയ്ക്കുക. ഗാൺ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ അവർ 90% ഓഫ് സൊല്യൂഷൻ ഇസ് സോൾവ്. ഇവിടെ എങ്ങനെ വരയ്ക്കുന്നത് ഗാൺ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇവിടെ എന്താണ് SRT ഷെഡ്യൂളിംഗ് അൽഗോരിതം നമുക്കറിയാം. ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ഉള്ള ആളെ ആദ്യമേ ഉള്ള പ്രോസസ്സിന് CPU ഷെഡ്യൂൾ ചെയ്യും. ഓക്കെ, ഇവിടെ അറൈവൽ ടൈമും കൂടെ അറൈവൽ ടൈം തന്നിട്ടുണ്ട്. വി നീഡ് ടു കൺസിഡർ ദ അറൈവൽ ടൈം 2. ഇവിടെ അറൈവൽ ടൈം 0 ആണ്. സോ P1 ആണ് ആദ്യം വന്നത്. അപ്പോൾ 0th മില്ലി സെക്കൻഡിൽ P1 വരും. കണ്ടോ, 0th മില്ലി സെക്കൻഡിൽ P1 വരും. ഇനി പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. സോ ദ 2 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പ്രോസസ് P2 വന്നു. 2 മില്ലി സെക്കൻഡ്, കാരണം 2 മില്ലി സെക്കൻഡ് വരെ ആയപ്പോഴത്തേക്കും പ്രോസസ് P2 വന്നു. ബട്ട് P2 വന്നു. ഓക്കെ, അപ്പം 2 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്ക് അപ്പോൾ P1 എന്താണ് 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ P1 5 എന്നുള്ള 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും റിമൈനിങ് 3. അപ്പോൾ 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് P2 വന്നു. ബട്ട് P2 എന്ന് പറയുമ്പോൾ ബേസ്റ്റ് ടൈം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും P1 സ്റ്റിൽ അല്ലേ, P1 തന്നെയാണ് ബേസ്റ്റ് ടൈം കുറവുള്ളത്. സോ P1നെ എക്സിക്യൂട്ട് ചെയ്യും. P1 എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യും? 3 മില്ലി സെക്കൻഡ് വരെ, കാരണം 3 മില്ലി സെക്കൻഡ് ആയപ്പോൾ P3 വന്നു. സോ ഒരു 1 മില്ലി സെക്കൻഡ് വരെ ആര് എക്സിക്യൂട്ട് ചെയ്യും? P1 വീണ്ടും 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. സോ 2 ഇവിടെ 2 മില്ലി, സോ ടോട്ടൽ 3 മില്ലി സെക്കൻഡ് വരെ P1 എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ 3 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ആര് വന്നു? യെസ്, P3 വന്നു. P3 വരുമ്പോഴത്തേക്കും കമ്പയർഡ് ടു ദ അത് പ്രോസസ് P1 P2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം P3ക്ക് തന്നെ. സോ P3 എന്ത് ചെയ്യും? 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങും. സോ P3 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 4 മില്ലി സെക്കൻഡിന് ആരൊക്കെയുണ്ട്? പ്രോസസ് P1 ഉണ്ട്, P2 ഉള്ളൂ. P4 എത്തിയിട്ടില്ല. P4 5 മില്ലി സെക്കൻഡിന് എത്തത്തുള്ളൂ. സോ 4 മില്ലി സെക്കൻഡ് ആയപ്പം നമുക്ക് P1 ഉണ്ട്, P2 ഉണ്ട്. കമ്പയറിങ് ദീസ് ടു പ്രോസസ് വിച്ച് ഹാസ് ദ ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം? യെസ്, P1 ആണ് ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം. അപ്പോൾ P1 കയറും. P1 എന്താണ്? 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യും. 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും 6 ആകുമ്പോഴത്തേക്കും P1 കംപ്ലീറ്റ് ചെയ്യും. 6 ആകുമ്പോൾ എന്ത് ചെയ്യും? P1 കംപ്ലീറ്റ് ചെയ്യും. സോ ഇനി റിമൈനിങ് 2 പ്രോസസ്സേ ഉള്ളൂ, P2 P4. അപ്പോൾ 6 മില്ലി സെക്കൻഡ് ആയപ്പോൾ നമ്മുടെ P4 അവിടെ എത്തി.
ഇനി എന്ത് ചെയ്താൽ മതി, P2 P4 കൂടെ കമ്പയർ ചെയ്യും. വിച്ച് ഇസ് ദ ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം, വിച്ച് പ്രോസസ് ഹാസ് ദ ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം? യെസ്, P4 ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം. അപ്പോൾ P4 കയറും. P4 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 8 ആകുമ്പോഴത്തേക്കും P4 പുറത്തിറങ്ങും. ഇനി ആരുണ്ട്? യെസ്, ഇനി P2 മാത്രമേ ഉള്ളൂ. P2 4 മില്ലി സെക്കൻഡ് 4 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് 12 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പുറത്തിറങ്ങും. അങ്ങനെ P2 പുറത്തിറങ്ങും. സോ ദിസ് ഈസ് ഹൗ ദ ഷെഡ്യൂൾ. കാരണം എന്തുകൊണ്ടാണ്? പ്രിയംപ്റ്റ് ചെയ്ത് അടുത്ത ആൾക്ക് എന്ത് ചെയ്യും? വിൽ ഗീവ് ദ ചാൻസ്. അടുത്ത ആൾക്ക് കാരണം ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് ചാൻസ് കൊടുക്കും. പ്രിയംപ്റ്റ് ചെയ്തിട്ട് ചാൻസ് കൊടുക്കും. ദിസ് ഈസ് ദ പ്രിയംപ്റ്റീവ് വേർഷൻ ഓഫ് SJF. ഓക്കെ, അപ്പം ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗാണ്ട് ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം ആൻഡ് ആവറേജ് ടേൺ അറൗണ്ട് ടൈം. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഗാണ്ട് ചാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഗാണ്ട് ചാർട്ടിൽ നിന്ന് വി വിൽ ബി ഫൈൻഡിങ് ആവറേജ് വെയിറ്റിംഗ് ടൈം ആൻഡ് ദ ആവറേജ് ടേൺ അറൗണ്ട് ടൈം. എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഗാണ്ട് ചാർട്ടിൽ നിന്നും? ഓക്കെ, ഗാണ്ട് ചാർട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗാണ്ട് ചാർട്ടിൽ നിന്ന് നോക്കുക, നമ്മൾ ഈ ടേബിൾ വരച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോസസ്, ബേസ്റ്റ് ടൈം, അറൈവൽ ടൈം, ദെൻ CT സ്റ്റാൻഡ്സ് ഫോർ കംപ്ലീഷൻ ടൈം, ദെൻ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക, വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോസസ്, ദെൻ ബേസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് 5412, അറൈവൽ ടൈമും തന്നിട്ടുണ്ട്. ഇനി കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കാൻ, കംപ്ലീഷൻ ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ടേൺ അറൗണ്ട് ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ പ്രോസസ്സിന് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സിമിലർലി ഓരോ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുകയാണെങ്കിൽ ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. യെസ്, അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ കംപ്ലീഷൻ ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P1 കംപ്ലീഷൻ ടൈം, P1 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്ത് തീരുന്നത്? യെസ്, 6 മില്ലി സെക്കൻഡ് ആകുമ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 6 ഇസ് ദ ആൻസർ. P2 നോക്കിക്കേ, യെസ് 12 ഇസ് ദ ആൻസർ. P3 നോക്കിക്കേ, P3 വരുമ്പോഴത്തെ ഹിയർ 4 ഇസ് ദ ആൻസർ. P4 നോക്കിക്കേ, യെസ് 8 ഇസ് ദ ആൻസർ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ചു. കംപ്ലീഷൻ ടൈം നമുക്ക് ഗാണ്ട് ചാർട്ടിൽ നിന്ന് കിട്ടും. ഇനി ടേൺ അറൗണ്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? വി ഹാവ് ദ ഫോർമുല കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം, ദാറ്റ് ഇസ് 6 - 0 6, 12 - 2 10, 4 - 3 1, 8 - 5 3. അങ്ങനെ നമുക്ക് ടേൺ അറൗണ്ട് ടൈം കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടേൺ അറൗണ്ട്, അതും ഫോർമുലയുണ്ട്. ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. ടേൺ അറൗണ്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. സിമിലർലി വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം ഇസ് 6, റൈറ്റ്? ടേൺ അറൗണ്ട് ടൈം ഇസ് 6. So 6 minus 5 1, 10 minus 4 6, 1 minus 1 0, 3 minus 2 1. ഓക്കെ, അപ്പോൾ എങ്ങനെ ആവറേജ് വെയിറ്റിംഗ് ടൈം ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കുന്നത്? യെസ്, ഇതിൻ്റെ ആവറേജ് എടുക്കാം. ആവറേജ് വെയിറ്റിംഗ് ടൈം ഇസ് 1 + 6 + 0 + 1/4. Okay, similarly average turnaround time is 6 + 10 + 1 + 3/4, it is equal to 5. So ഇങ്ങനെയാണ് ആവറേജ് വെയിറ്റിംഗ് ടൈം ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുന്നത്. നമ്മൾ SRT ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് ദ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇസ് ലുക്ക് പ്രയോറിറ്റി. ഓക്കെ, പ്രയോറിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണെങ്കിൽ നമുക്കറിയാം പ്രയോറിറ്റിയുടെ ബേസിസിലാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. മീൻസ് ലീസ്റ്റ് പ്രയോറിറ്റി, ലോവസ്റ്റ് നമ്പർ ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ നോക്കുക, പ്രോസസ് P1 പ്രയോറിറ്റി 3 ആണ്, പ്രോസസ് P2 1, പ്രോസസ് P3 2, പ്രോസസ് P4 4. സോ ഇവിടെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി, ലോവസ്റ്റ് നമ്പർ ഏതാണ്? 1. So P2 has the highest priority. So highest priority ആണ്, but we need to arrival time തരുവാണ്, we need to consider the arrival time itself. Okay, അപ്പോൾ arrival time 0 arrival time ആര് വന്നു? P1 വന്നു. So P1 വന്നു.
P1 വന്നു. അത് കഴിഞ്ഞിട്ട് P1 എത്ര നേരം എക്സിക്യൂട്ട് ചെയ്യും? P1ൻ്റെ ബേസ് ടൈം ഇസ് 5. P1ൻ്റെ ബേസ് ടൈം ഇസ് 5. കാരണം അടുത്ത 2 മില്ലി സെക്കൻഡ് ആയപ്പോൾ അടുത്ത പ്രോസസ്സ് P2 വന്നു. സോ 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, 2 മില്ലി സെക്കൻഡ്, റൈറ്റ്? 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 മില്ലി സെക്കൻഡ് വരെ ആകുമ്പോഴത്തേക്കും ആര് വന്നു? P2 വന്നു. ആൻഡ് ഓൾസോ ദ P2 ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. സോ P2 എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ബേസ്റ്റ് ടൈം എത്രയാണ്? 4. അപ്പോൾ 6. അപ്പോൾ 6. അപ്പോൾ അങ്ങനെ P2 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ P2 കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ്, സോ P2 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ P2 കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രയോറിറ്റി, ഓക്കെ, 6 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കും ബാക്കി എല്ലാ പ്രോസസ്സും എത്തിക്കഴിഞ്ഞു. സോ ഇനി എന്താ, ജസ്റ്റ് പ്രയോറിറ്റി മാത്രമേ നോക്കത്തുള്ളൂ. ഇനി അടുത്ത ആർക്കാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്? യെസ്, P3. P3 എന്ന് പറയുമ്പോഴത്തേക്കും ബേസ്റ്റ് ടൈം 1. സോ 1 ബേസ്റ്റ് ടൈം വെച്ചിട്ട് 7 ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങും. P3യും കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് പ്രയോറിറ്റി ആരാണ്? യെസ്, P1. P1ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? P1ൻ്റെ ബേസ്റ്റ് ടൈം, യെസ്, സോറി ഇവിടെ 2 മില്ലി സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ റിമൈനിങ് 3 അല്ലേ? 3. അപ്പോൾ 3 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യും. സോ അപ്പോൾ 10 ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങും. അങ്ങനെ P1ഉം കഴിയും. ഇനി ആരാ ഉള്ള? P4. P4ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? P4ൻ്റെ ബേസ്റ്റ് ടൈം 2. 2 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും P4ഉം പുറത്തിറങ്ങും. സോ ഇപ്പോൾ നമുക്ക് കംപ്ലീഷൻ ടൈം ഇവിടെ എത്ര കിട്ടും? കംപ്ലീഷൻ ടൈം ഓഫ് P1 ഇസ് യെസ് 10. Then completion time of P2. Completion time of P2 is yes 6. Completion time of P3. P3 is here 7. Completion time of P4. P4 is 12. So completion time കിട്ടുവാണെങ്കിൽ നമുക്ക് ടേൺ അറൗണ്ട് ടൈം എങ്ങനെ കിട്ടും? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് 10 minus 0, 6 minus 2, 4, 7 minus 3, 4, 12 minus 5, 7. Again, എങ്ങനെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത്? വെയിറ്റിംഗ് ടൈം ഇസ് ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. മൈനസ് ബേസ്റ്റ് ടൈം 10 minus 5, 5, 4 minus 4, 0, 4 minus 1, 3, 7 minus 2, 5. ഓക്കെ, അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട്, ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. ഏത് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണെന്ന് നോക്കുക, അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് ഒരു ഗാൺ ചാർട്ട് വരയ്ക്കുക. ഫ്രം ദ ഗാൺ ചാർട്ട് നമ്മൾ കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കുക. കംപ്ലീഷൻ ടൈം കിട്ടുവാണെങ്കിൽ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം, അറൈവൽ, ടേൺ അറൗണ്ട് ടൈം ഇസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആയിരിക്കും. ഇനി വെയിറ്റിംഗ് ടൈം വിൽ ബി ഈക്വൽ ടു ദ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടുണ്ട്. PCB. വാട്ട് ഈസ് PCB? Explain the fields used in PCB. It's also another important question. Okay, so what is PCB? It's a process control block. It serves as a repository for information that vary from ഓരോ പ്രോസസ്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും it is represented by a structure known as PCB or task control block, TCB. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീൽഡാണ് ഉണ്ടാവുന്നത്? ഒരു പ്രോസസ് സ്റ്റേറ്റ് ഉണ്ടാകാം. പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ഏത് സ്റ്റേറ്റിലാണ് കറൻ്റ്ലി, മേ ബി എ ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ഓർ ടെർമിനേറ്റഡ്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രോസസ് സ്റ്റേറ്റ്. ദെൻ പ്രോസസ് നമ്പർ ഓർ പ്രോസസ് ID. ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന യൂണിക് നമ്പറിനെയാണ് പ്രോസസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം കൗണ്ടർ. വാട്ട് ഈസ് പ്രോഗ്രാം കൗണ്ടർ? It contains the address of the next instruction to be executed. ആ ഒരു പ്രോസസ്സിന് അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് എവിടെയാണ് ഉണ്ടാവുന്നത്? യെസ്, ഇൻ പ്രോഗ്രാം കൗണ്ടർ. The next is CPU registers. What is CPU registers? Registers means the information. ആ ഒരു രജിസ്റ്റേഴ്സ് മീൻസ് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അത് അക്യുമുലേറ്റേഴ്സ് ആവാം, സ്റ്റാക്ക് പോയിൻറ്റേഴ്സ് ആവാം, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ. ഏത് ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഒരു പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് CPU ഷെഡ്യൂൾ ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഇസ് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ. മീൻസ്
represents a memory. ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്ന മെമ്മറി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് വൺ ഇസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. വാട്ട് ഈസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ? റിസോഴ്സസ്, ഏതൊക്കെ റിസോഴ്സസ് ആണ് ആ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഇസ് IO സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. IO സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ മീൻസ് ഏതൊക്കെ IO ഡിവൈസസ് ആണ് ആ പെർട്ടിക്കുലർ പ്രോസസ്സിന് അസൈൻ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ IO സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ ലിസ്റ്റ് ഓഫ് IO ഡിവൈസസ് ചിലപ്പം ആ ഒരു പ്രോസസ്സിൽ അലോക്കേറ്റ് ചെയ്ത് IO ഡിവൈസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ആയിരിക്കാം, ആൻഡ് സോ ഓൺ. സോ ദീസ് ആർ ദ വേരിയസ് ഫീൽഡ്സ് in the PCB or process control block. That is, each process in the operating system is represented by this PCB. Okay. So this is all about the 13th and 14th question which comes under the module 2. Okay, in the next video we will be discussing the next question. Okay, thank you.